ഇത് ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഈ സൈഡിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്നാലും ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്ന് പൂക്കച്ചവടം പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഓണം ആയതുകൊണ്ട് സീസണാണ്, ഒരുപാട് പൂക്കൾ കച്ചവടം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇതുവഴി നടന്നു പോയപ്പോൾ കൊച്ചുങ്ങളൊക്കെ വഴി കിടന്നുറങ്ങുന്നു. ഒരു കുടുംബത്തോടെ വന്നിരുന്ന് അവർ പൂക്കളൊക്കെ വിൽക്കുന്നു. ഇവിടെ തന്നെ താമസം ഇവർ, റോഡിൽ തന്നെ കിടന്നുറങ്ങുക, ഇതൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പാവപ്പെട്ടവരുടെ വന്നിട്ട് ഇത്രയും വില പേശാടാ മയിലുകളെ. നീയൊക്കെ കൂടെ എന്തിനാ ഇച്ചിരി എങ്ങനെ ഒരു 10 രൂപ കൂടുതൽ കൊടുത്തേക്ക്. ഓണമൊക്കെ അല്ലേ, നീ മാത്രം ആഘോഷിച്ചാൽ മതി ഓണം. അത് നിങ്ങൾ ഒന്നാമത് പാവപ്പെട്ടത് നിങ്ങളാണ്. കണ്ടോ റോഡിലേക്ക് കിടക്കുന്നതാണ്, ഒരു ഉപദ്രവം ഇല്ലാതെ. ഓണം നമ്മൾ മാത്രം ആഘോഷിച്ചാൽ പോരാ, കുറച്ച് ഇവർക്കൂടെയൊക്കെ കൊടുത്തേക്ക്. വല്ല 5-10 രൂപയല്ലേ കൂടുതൽ ചോദിച്ചുള്ളൂ, അതിൽ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊച്ചിനെ ഇപ്പോൾ ചവിട്ടിയേനെ. എന്താണേലും ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അങ്ങ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്നവരാരെങ്കിലും ഇവിടെ പൂ മേടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത് പോകാൻ തോന്നുന്നു. അതിൻ്റെ ഇപ്പുറത്തൊരു സ്ട്രീറ്റാണ്. കൊച്ചിയിലുള്ളവർക്ക് അറിയായിരിക്കും. പൂക്കൾ രാത്രി 24 hours ഇവരിവിടെ ഉണ്ട്, കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വില പേശല്ല കേട്ടോ. നാണക്കേടെന്നല്ല, അത്ര നല്ല പരിപാടിയല്ല. ഒന്ന് ചിന്തിച്ച് നോക്ക്. അവരും എന്തെങ്കിലുമൊക്കെ അവർ ജീവിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ഉടനെ അതിനകത്ത് കയറിയിട്ട് ഒരുമാതിരി തീട്ടത്തിലെ തരി പറക്കുന്ന പരിപാടി അത് വേണ്ട. അങ്ങനെ ഈ ഓണം എന്ന് പറയുന്നത് ഞാൻ തന്നെ തിന്നുക, ഞാൻ തന്നെ തൂറുക, എല്ലാം എൻ്റെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ കണ്ടതാണ് കേട്ടോ, കുറേ പേര് നിന്നങ്ങ് വില പേശുക. ഇച്ചിരിയൊക്കെ നമ്മളങ്ങ് വിട്ടുകൊടുത്തേക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണ് പോട്ടെ, എന്നാലും അതല്ല. ഞാൻ കണ്ടത്രയും പേരും ഒരു കാര്യമില്ലാതെ അതെന്തോ ഭയങ്കര കഴിവ് പോലെയൊക്കെ തോന്നുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ചിലർക്ക്. ഇവരുടെ നിന്നൊക്കെ ഭയങ്കര വില പേശി മേടിക്കുമ്പോൾ നമ്മൾ എത്ര റീൽസ് കണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ വില പേശാൻ പറ്റും. മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയി, ലുലു മോളിൽ പോയി നീ ഇങ്ങനെ പൂ മേടിക്കാൻ അവിടെയും വെച്ചിട്ടുണ്ട്. അവിടെ പോയി നീ വില പേശത്തില്ലല്ലോ. ആ ഒരു കാര്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ മൈരന്മാർക്കും ഹാപ്പി ഓണം.